പാകിസ്ഥാൻ ചാരൻ ബംഗളൂരുവിൽ അറസ്റ്റായി. പാകിസ്ഥാന് വേണ്ടി സൈനിക രഹസ്യങ്ങൾ ചോർത്തിയ ഭാരത് ഇലക്ട്രോണിക്സ് ജീവനക്കാരനായ ഉത്തർപ്രദേശ് സ്വദേശി ദീപ് രാജാണ് പിടിയിലായത്. മിലിറ്ററി ഇന്റലിജൻസും കർണാടക രഹസ്യാന്വേഷണ വിഭാഗവും സംയുക്തമായി നടത്തിയ അന്വേഷണത്തിലാണ് ഇയാൾ കുടുങ്ങിയത്. നമ്മുടെ രാജ്യത്തെ ഒറ്റിക്കൊടുത്ത് പണം സമ്പാദിക്കുന്ന രാജ്യദ്രോഹിയെ കണ്ടല്ലോ. ഇനി ഞാൻ പഴയ കാലത്തെ കുറച്ച് ന്യൂസ് കൂടെ കാണിക്കാം. ഈ രാജ്യത്തിന്റെ മതേതരത്വത്തെ കടിച്ചു കീറുന്ന ആളുകളുടെ പേരുകൾ നോക്കൂ. ഏതെങ്കിലും ഒരു മുസ്ലിം ആയിരുന്നു ഈ രാജ്യദ്രോഹ കുറ്റം ചെയ്യുന്നതെങ്കിൽ ഇന്ന് ഈ രാജ്യത്തെ മുഴുവൻ മുസൽമാനെയും പാകിസ്ഥാനിലേക്ക് പോടോ എന്ന് അലറുമായിരുന്നില്ലേ? തൊപ്പി ധരിച്ച താടി നീട്ടിവെച്ച ഒരാളായിരുന്നുവെങ്കിൽ എന്താകുമായിരുന്നു പുകിൽ? യഥാർത്ഥത്തിൽ മുസ്ലിമീങ്ങളാണോ ഈ രാജ്യത്തെ ഒറ്റുകൊടുക്കുന്നവർ? സിനിമകളിൽ തീവ്രവാദികളെയും രാജ്യത്തെ ചാരന്മാർക്ക് ചോർത്തി കൊടുക്കുന്നവരെയും ഇന്നും തലപ്പാവ് ധരിച്ച താടി വെച്ച മുസ്ലിമീങ്ങളെയാണ് കാണിക്കുന്നതെന്ന് ചിന്തിക്കുമ്പോൾ അത്ഭുതമാണ്. യാഥാർത്ഥ്യം പക്ഷേ മറ്റൊന്നാണ്. സ്വാതന്ത്ര്യത്തിന് മുന്നേ ബ്രിട്ടീഷുകാർക്ക് ഈ നാടിനെ ഒറ്റുകൊടുത്തവരുണ്ടായിരുന്നു. ഇന്ന് സ്വാതന്ത്ര്യം നേടി ഒരുപാട് കാലം മുന്നോട്ട് പോയി. ഇന്നും ഈ രാജ്യത്തിൻ്റെ ഒറ്റുകാർ ആരാണെന്ന് ജനം വിലയിരുത്തണം.